സോ ഹായ് ഹലോ എവരി വൺ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നമ്മൾ മൺഡേത്തേക്കുള്ള അനലൈസിസ് ആണ്. സോ നമ്മൾ ചാർട്ട് അനലൈസിസ് കിടക്കുമ്പോഴേക്കും നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറാണ് ഓവറോൾ സ്ട്രക്ചർ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര വീക്ക്, സൈഡ് വേസ് ആൻഡ് വീക്കാണ്. ജസ്റ്റ് സൈഡ് വേസ്, സഡൻ ഡംപ് ആൻഡ് വീണ്ടും പമ്പ്, സൈഡ് വേസ്, സഡൻ പമ്പ് ആൻഡ് ഡംപ്. ഇവിടെ അത് പമ്പ് ആൻഡ് ഡംപ്. ഓക്കെ, സോ മാർക്കറ്റ് ട്രിക്കിയാണ്. മോസ്റ്റ് ഡേയ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് ആക്കി, ഒരേ ഒരു സിംഗിൾ ഡേയിൽ നല്ലൊരു മൂവ് തന്നു, ദെൻ പിന്നെ പമ്പ് ചെയ്തു, സൈഡ് വേസ് ആക്കി കുറച്ച് ദിവസം, കുറച്ച് നേരം കുറേ നാൾ, ദെൻ സഡൻ പമ്പ് ആൻഡ് ഡംപ്. സോ സൈഡ് വേസ് ആക്കിയിട്ടാണ് ഒരു മൂവ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇത്ര ദിവസമായി നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ. സോ ശ്രദ്ധിക്കാം, മോസ്റ്റ്ലി പ്രീമിയം മീറ്റിംഗ് ആണ് ഉള്ളത്. സോ ശ്രദ്ധിച്ചിട്ടാണ് എല്ലാവരും ട്രേഡ് ചെയ്യാൻ. വേഗം നമ്മുടെ ചാനൽ, നമ്മുടെ അനാലിസിസ് അടക്കാം. അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൂവ് നമുക്ക് ഇനി ബുള്ളിഷ് മൂവ് 24,590 or 600 അബവ് അങ്ങനെ പറയാം. ഓവറോൾ നമ്പർ നോക്കുകയാണെങ്കിൽ 24,600 അബവ് മാത്രമേ ഫർദർ മൂവ് കിട്ടുള്ളൂ. ഡൗൺ സൈഡ് ഇതിൻ്റെ ബില്ലാണ് 24,200 ബില്ല്. ഓക്കെ, സോ നല്ലൊരു വലിയ പോയിൻറ്റ്സിൻ്റെ റേഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1 2 3 4 NT9 പാറ്റേൺ ടൈപ്പാണ് ഈ സ്ട്രക്ചർ എനിക്ക് കാണുന്നത്. മീൻസ് ബുള്ളിഷ്നെസ് ഇത് ഞാനില്ല. ഓക്കെ, ഇൻ കേസ് ബുള്ളിഷ്നെസ് വരുവാണെങ്കിലും, ഇൻ കേസ് പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ 24,600 അബവ് മാത്രമേ പ്രൈസ് ഇനി ബുള്ളിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീക്ക് സ്ട്രക്ചറാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ ഭയങ്കര ട്രാപ്പി മാർക്കറ്റാണ് ഈ ഒരു സമയത്ത്. സോ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 1-2 പേര് മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക് നമ്മൾ ലൈവ് വീഡിയോ മറ്റേ ഇത് ഡെയിലി അനാലിസിസ് ചെയ്യുന്നില്ല പറയും. ഞാൻ എങ്ങനെ ചെയ്യാം? നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, വ്യൂസും വരണം. അപ്പോഴേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ABC വീഡിയോ ഉണ്ടാക്കാനുള്ള എനിക്കൊരു ഇതുണ്ടായിരുന്നു. വീക്കെൻഡിൽ നമുക്ക് ABC വീഡിയോ ഉണ്ടാക്കാം, കമ്പയർ വീഡിയോ ഉണ്ടാക്കാൻ ABV പ്ലസ് ഇമ്പൾസ് ഇല്ലിറ്റേബിൾസ്. ബട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല. സപ്പോർട്ട് ചെയ്താലേ എനിക്കൊരു അഗ്രസീവ്നെസ്, ആ ഒരു അഗ്രസീവ് ഞാൻ ഒരു നല്ല ഒരു ഇൻട്രസ്റ്റോടുകൂടി ആ ഒരു വീഡിയോ ഉണ്ടാക്കും. സോ ഫസ്റ്റ് പഴയ വീഡിയോസ് കാണണം. അത് 1-2 പ്രാവശ്യം നിങ്ങൾ ആ വീഡിയോ കണ്ടാലേ നമുക്കിപ്പോൾ വീഡിയോ കിട്ടത്തില്ല. മോസ്റ്റ്ലി ABCD വീഡിയോ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് വീഡിയോ ആണ്. ആകെ ജസ്റ്റ് ഒരു പാട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആകെ ഒരു ചെറിയൊരു പാട്ടാണ് ഷെയർ ചെയ്തേക്കുന്നത് ABCയുടെ. അത് ഫുൾ എക്സ്പ്ലനേഷൻ കിടക്കണുള്ളൂ. അത് സിംഗിൾ വീഡിയോ തരാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവരും കൂടി അത് മനസ്സിലാക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓവറോൾ സ്ട്രക്ചർ നിങ്ങൾ വിട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് റൈസ് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത് A ആണ്, ഞാൻ കൗണ്ട് ചെയ്യുന്നത് A ആണ്. ദെൻ ബൗൺസ് വരുന്നുണ്ട്, ഈ ബൗൺസ് വരുന്നുണ്ട്, അത് B ആണ് ഞാൻ കൗണ്ട് ചെയ്യണത് ഇപ്പം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. 1-2 പ്രാവശ്യമല്ല, ഡെയിലി ലൈവ് മാർക്കറ്റിൽ കാണുന്ന ഡെയിലി ക്രോസ് ഒക്കെയാണ്. Bയുടെ ബൗൺസ് നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര വരുന്നത്? 61.80 to 81.20 മാക്സിമം ആണ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് എത്ര? 50%. കാരണം 50% പ്രൈസ് റിജക്റ്റ് എടുക്കുന്നത്. കണ്ട, എക്സാക്ട്ലി 50%. സോ നമ്മുടെ റേഷ്യോസ് പെർഫെക്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് മാക്സിമം ചാൻസസ് ഉണ്ട്. നമ്മൾ ഫിബൊനാച്ചി നമ്മൾ പെർഫെക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ തരും. അതാണ് ഫിബൊനാച്ചി. പക്ഷെ നമ്മൾ ഫിബൊനാച്ചി കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് എലിറ്റ് വേവ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. എങ്ങനെ, ഏത് ടൈമിൽ ഏത് ഫിബൊനാച്ചി യൂസ് ചെയ്യണം, ഏത് ലെഗിൽ ഫിബൊനാച്ചി യൂസ് ചെയ്യണം. സോ ABC സ്ട്രക്ചർ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് A ആയിരുന്നു, ഇത് B ആണ്. Bയുടെ കറക്റ്റ് പോയിൻറ്റ് ടു പോയിൻറ്റ് റിജക്ഷൻ 50% എടുക്കാം. 61.80 നോർമൽ പേഴ്സൺ ആൻഡ് 81.2.0 മാക്സിമം ആണ്. സോ നമ്മളിവിടെ പിൻ പോയിൻ്റ് ആണ് കണ്ട് റിജക്ഷൻ എടുക്കുന്നത്. ആൻഡ് പ്രൈസ് ഇവിടെ സൈഡ് വേസ് ആയി. സോ ഇത് Aയുടെ ഡൗൺഫോൾ, Bയുടെ ബൗൺസ്. ആൻഡ് ഇനി C നമുക്ക് ഫർദർ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ സ്ട്രക്ചർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി നാളെ ഇൻ കേസ് പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ബിലോ, ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ഓക്കെ, സോ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഫർദർ താഴത്തെ ലെവൽസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ്. അപ്പോൾ ഇത് A ആണ്, Bയുടെ ബൗൺസ്. ഇത് ബ്ലാക്ക് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫർദർ C നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ഡൗൺ സൈഡ് നോക്കുക. അത് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കണം. ഫ്രം ഈ റെസിസ്റ്റൻസ് ടു ഏത് ലൈൻ, ഇത് പോയിൻറ്റ് N, Bയുടെ ഹൈ. അതാണെങ്കിൽ മനസ്സിലായോ? ഇത് ഇനി ട്രെൻഡ് ലൈൻ ബ്രേക്ക് താഴേക്ക് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ലെവൽസ് വർക്ക് ചെയ്യും. ആൻഡ് ആ ലെവൽസ് വർക്ക് ചെയ്യുന്നത് 61.80%, 81.20%, 100%, 127%. ഈ ഏരിയയിൽ നമ്മൾ മാറേണ്ടതാണ് മൊത്തത്തിൽ. ഓക്കെ,
ഇവിടുന്ന് പിന്നെ ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് വരാനുള്ള മുകളിലേക്ക് ബൗൺസസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ സ്ട്രക്ചർ വീക്കാണ്. യൂഷ്വലി എനിക്ക് വീക്കായിട്ടാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. സപ്പോർട്ട് ഈ ഒരു ഏരിയ ഫുൾ സപ്പോർട്ട് സോൺ തന്നെയാണ്. മേ ബി ഓർഡർ ബ്ലോക്ക് ഉണ്ടാവുന്ന ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലോ വെച്ചു. സോ 2 സപ്പോർട്ടാണെങ്കിൽ വരുന്നത്. ഫിബനാച്ചിയുടെ ഈ സപ്പോർട്ട്സൊക്കെ ഓക്കെയാണ്. ബട്ട് ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് നമ്മുടെ ഫിബനാച്ചിയുടെ ആ റേഷ്യോസാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ സി വേവ് എങ്ങനെയാണ്, ആ റേഷ്യോസാണ് കൂടുതൽ വാല്യൂ കൊടുക്കാറുള്ളൂ. കാരണം വെച്ചാൽ അത് നന്നായിട്ട് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. പിന്നെ ബുള്ളിഷ് ആവേണ്ടത് ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ അബവ് ബുള്ളിഷ് ആവുക, 24,410 അബവ്. ആൻഡ് ഓവറോൾ ബുള്ളിഷ്നെസ് കിട്ടുന്നത് ഇതിൻ്റെ അബവ് തന്നെ ഉള്ളൂ, 24,600 അബവ്. പ്രൈസ് കുറച്ച് നേരം സസ്റ്റെയിൻ ആവും. മിനിമം 15 മിനിറ്റ്സിൻ്റെ 2-3 ക്യാൻഡിൽസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവും. ആയിക്കഴിഞ്ഞാൽ ഫർദർ നമുക്ക് നല്ലൊരു മൂവ് കിട്ടാനുള്ള ചാൻസ്. പിന്നെ ഓവറോൾ സ്ട്രക്ചർ പിന്നെ ബുള്ളിഷ് ആകും. ആൻഡ് ഇവിടെ 24,400, 800, 25,000 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ഇഫ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇത് കണ്ടാൽ നല്ല റിജക്ഷൻ ക്യാൻഡിലാണ്. ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി സഡൻ സെല്ലർ റിജക്റ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ സെല്ലർസ് ഹെവിയാണ്. സോ അവരെ ഓടിക്കാനാണെങ്കിൽ ഇവർ അല്ലെങ്കിൽ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഇടണം. പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആണ്. ആൻഡ് ദെൻ അവർ ഓടാൻ തുടങ്ങും. സെല്ലർസ് ഓടാൻ തുടങ്ങും. സോ മിനിമം 1-2 ക്യാൻഡിൽസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ സസ്റ്റെയിൻ ആവണം. 5 മിനിറ്റ്സിൻ്റെ ബാക്ക് ടു ബാക്ക് 2-3 ക്യാൻഡിൽ ഹയർ ഉണ്ടാക്കി ഇങ്ങനെ പോയാൽ നമുക്ക് ഈസിലി എൻട്രി എടുക്കാം ബുള്ളിഷ് സൈഡിലേക്ക്. സോ ഞാൻ ബുള്ളിഷ് ആവുന്നത് ഇതിൻ്റെ അബവ് ഉണ്ട്, 24,590 അബവ്. ഓക്കെ, ഇനി നമുക്ക് വേഗം നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റി ലെവൽസിൽ പോകാം. ഓക്കെ, ഇതിനകത്തിന് പേര് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബാങ്ക് നിഫ്റ്റിയിലെ സ്ട്രക്ചർ ഫുൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ബാങ്ക് നിഫ്റ്റിയിൽ സെയിം ഇത് തന്നെയാണ് ABC സ്ട്രക്ചർ ഞാൻ കാണുന്നത്. ഇൻ ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ. യെസ്, ഇത് റിജക്ഷൻ എടുത്തു. A, B and C ആണ് താഴേക്ക് വരേണ്ടതാണ് C. ഇതിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇതിങ്ങനെ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. ഓക്കെ, ബുള്ളിഷ് ഞാൻ ഈ ഒരു ഹൈഡ് അബാവുള്ളൂ. പക്ഷേ ഈസിലി ബുള്ളിഷ്നെസ് ഇതൊന്നും കാണുന്നില്ല. 56,100 അബവ് മാത്രമേ ഞാൻ ബുള്ളിഷ് ആവുള്ളൂ. ഓക്കെ, യെസ്, ഇതൊരു റെസിസ്റ്റൻസ് ലെവലായി. സപ്പോർട്ട് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ഈ ഒരു ക്യാൻഡിലെ ലോ. ഓക്കെ, സോ ഈ സപ്പോർട്ട് ലൈൻ ബ്ലാക്ക് കളറുടെ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ സോ ഫർദർ നമുക്ക് ഡൗൺ സൈഡ് കിട്ടും. ഓക്കെ, ഇത് ഞാൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു A, B ബൗൺസ് ആൻഡ് C ഓൺ ഗോയിങ് ആണ്, ആയിട്ടില്ല, ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ C എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക നിഫ്റ്റിയുടെ പോലെ തന്നെ. ആൻഡ് യെസ്, B ആൻഡ് C ഇങ്ങനെ. ഓക്കെ, സോ 127% ഇവിടെ വരെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഏത് ഏരിയയിലാണ്? 53,520 ഈ ഒരു ഏരിയയിൽ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഇത്രയൊക്കെ ലെവൽസ് 100%. ബാക്കി താഴത്തെ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ലെവൽസ് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. മാർക്കറ്റ് കോഷൻ ആണ് കാണിക്കുന്നത്. പക്ഷേ എന്താ വീഴാത്തത്, റീസൺ എന്താണെന്ന് അറിയാമോ? എല്ലാവരും ഷോർട്ടിലിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു വാറൻ്റ് ന്യൂസ് നടക്കുന്നു. സോ എല്ലാവരും ഷോർട്ട് അടിച്ച് മാർക്കറ്റിൽ ഒരു PE ഒക്കെ മിക്ക ആളുകളും എല്ലാവരുടെ കയ്യിൽ PE ഉണ്ട്, PE എടുത്തിരിക്കുന്നതാണ്. സോ ന്യൂസ് ഫ്ലോ ഉണ്ട്, ന്യൂസിൻ്റെ റിയാക്ഷൻ ഒന്നുമില്ല. മനസ്സിലായോ? വാറുടെ ന്യൂസ് മാത്രമേ ഉള്ളൂ, അവിടെ ആക്ഷൻ ഒന്നും ഇല്ലല്ലോ. സോ നമ്മൾ ഷോർട്ട് അടിച്ചിരിക്കുകയാണ്. സോ ബിഗ് മണി എന്ത് ചെയ്തിങ്ങനെ അവർക്ക് ഫണ്ട് എങ്ങനെ കിട്ടുക, അവർ പ്രോഫിറ്റിലേക്ക് എങ്ങനെ ആവുക? നമ്മളെല്ലാവരും മിക്ക ആളുകൾ പുട്ട് സൈഡാണ്. സോ എല്ലാവർക്കും അറിയാം മാർക്കറ്റ് വീഴും. പക്ഷേ വാറിൻ്റെ ന്യൂസ് മാത്രമുള്ളൂ, വാർ നടക്കുന്നില്ല. സോ ഇവരെന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സോ എല്ലാവരുടെ SL എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ജെന്യുവൻ. വാർ വരുവാണെങ്കിൽ, എന്തെങ്കിലും ന്യൂസ് വരുവാണെങ്കിൽ സഡ് മാർക്കറ്റ് കിട്ടും. ബട്ട് നടക്കുന്നില്ലല്ലോ ഒന്നും. സോ അതുകൊണ്ട് ഇവർ പ്രൈസ് ആക്ഷൻ ബേസിനുള്ള മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷാണ്. ഓക്കെ, ഇത് കണ്ട ഈ ഹൈ ബ്രേക്കിൽ ഈ ലോ ബ്രേക്കില്ല. സോ ഈ ഹൈ ലോ ബ്രേക്കിൽ സൈഡ് വേസ് ആണ്. ആൻഡ് ദെൻ ഫർദർ നമുക്ക് ഈ രണ്ട് ഹൈ ലോ ബ്രേക്കിൽ മാത്രമേ ഫർദർ നമുക്ക് മൂവ് കിട്ടത്തുള്ളൂ. സോ അതിൻ്റെ ഇടയിൽ ഈ പ്രൈസ് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആകെ ട്രാപ്പാക്കി വെച്ചിരിക്കുന്നതാണ്. അതാണ്
നല്ല ഒരു നമുക്കിത് പറയാനുള്ളത്. കാരണം മിക്ക ആളുകളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, പൊട്ട് എല്ലാവരും ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. മിക്ക ആളുകൾക്ക് വാറണ്ടി ന്യൂസ് വന്നപ്പോൾ തന്നെ എല്ലാവരും പുട്ട് സൈഡ് എൻട്രി ചെയ്യണം. അതാണ് മെയിൻ ഇഷ്യൂ, അതാണ് കേട്ടോ. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ അധികം ബുള്ളിഷ് ഒന്നും ഇല്ല, ബിയറിഷ് തന്നെയാണ്. ബുള്ളിഷ് ആവുന്നത് ഇതിൻ്റെ അഭാവം തന്നെ ഉള്ളൂ. ഓക്കെ, സെൻസെക്സ് നോക്കാം. സെൻസെക്സ് ഈ സപ്പോർട്ട് റിലൈൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് സെൻസെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ഒക്കെ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 1 2 3 4 5 എൻഡി ലൈനിൽ ഫോം ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ഫേക്ക് ഔട്ട് കൂടി കാണിച്ച് എൻഡി ലൈൻ. സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫർദർ ഡൗൺസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിനകത്ത് ചെറിയ സപ്പോർട്ട് നമ്മളൊന്ന് ഇത്രയും ചെറിയൊരു സപ്പോർട്ട് ചെയ്തു, ഗ്യാപ്പാണെന്ന് പറയുന്നത്. യെസ്, ബുള്ളിഷ് ഇതിൻ്റെ അഭാവമാവുക 81,170 or 200 കൂട്ടിക്ക് 81,200 അപ്പോൾ മാത്രമേ ബുള്ളിഷ് ആകും. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത് പ്ലീസ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, എന്നിട്ട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ, എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് ഫർദർ വീഡിയോ ഉണ്ടാക്കാൻ. സോ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഡബിൾ ടോപ്പാണ് ആൻഡ് ABC സ്ട്രക്ചർ തന്നെയാണ്. സോ മോസ്റ്റ്ലി ഇൻഡെക്സ് എല്ലാം ഒരു കോഷൻ സോണിലാണ്. ബട്ട് വീഴാത്തത് റീസൺ ഇത് തന്നെയാണ്. എന്താ വീഴാത്തത്? കാരണം എല്ലാവരും ഇപ്പോൾ നമ്മൾ ഷോർട്ട് അടിച്ചിരിക്കുക. മിക്ക ആളുകളുടെ കയ്യിൽ PE ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഷോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാനുള്ളത്. സോ അവർ അതിൻ്റെ ബെനിഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലെവൽസ്, സപ്പോർട്ട് ലെവൽ ഇതാണ്. ബുള്ളിഷ്നെസ് ഇതിൻ്റെ അഭാവം മാത്രമേ ഫർദർ ബുള്ളിഷ് ഉള്ളൂ. അപ്പോൾ നല്ല SL ഇവിടെ കിട്ടുമായിരിക്കും. സോ ഇതും തന്നെ വീഡിയോ ബൗൺസ് B ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഐ തിങ്ക് ഡബിൾ ടോപ്പിൻ്റെ അത് ഡബിൾ ടോപ്പ് നോർമൽ ലാംഗ്വേജ് ഡബിൾ ടോപ്പാണ്. ഇത് ABC സ്ട്രക്ചറാണ്, വേറെ ടൈപ്പാണ്. ഓക്കെ, 101% അല്ലേ, ഇത് 100% തന്നെ 100% വരുന്നത് നമ്മുടെ കറക്റ്റ് എയുടെ ആ ഒരു ഏരിയ തന്നെയാണ് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. 0 A B ഇത് സെയിം ആണ്, ഡബിൾ ടോപ്പ് ആൻഡ് ദെൻ C. സോ ഈ സിയുടെ ഈ സ്ട്രക്ചറിൽ ഇത് ഫാൾ കുറവായിരിക്കും, സ്പീഡ് കുറവായിരിക്കും. അതാണ് നമുക്ക് ഇത് കാണാൻ പറ്റും. സ്പീഡ് പ്രൈസ് ആയി തന്നെ സ്പീഡ് കുറവായിരിക്കും. ലാസ്റ്റ് ലെഗിലാണ് ഇനി സ്പീഡ് ഉണ്ടാവുള്ളൂ. അത് നോക്കാം, പിന്നത്തെ നമ്മുടെ ലേണിംഗ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ലേണിംഗ് വീഡിയോസ് ബെറ്റർ ഉണ്ടാക്കട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്കും ഇൻട്രസ്റ്റ് ഇപ്പോൾ കുറഞ്ഞ് വരിക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും കേട്ടോ. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.